വചനമൊഴി ഒക്ടോബർ 28. വചനഭാഗം ഹെബ്രായർ 4:14-16, ലൂക്കായുടെ സുവിശേഷം 13:18-21. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഈശോ പറഞ്ഞു, ദൈവരാജ്യം എന്തിനോട് സദൃശ്യമാണ്? എന്തിനോട് ഞാൻ അതിനെ ഉപമിക്കും? അത് ഒരു മനുഷ്യൻ തന്റെ തോട്ടത്തിൽ പാകിയ കടുകുമണിക്ക് സദൃശ്യമാണ്. അത് വളർന്ന് മരമായി, ആകാശപ്പറവകൾ അതിന്റെ ശാഖകളിൽ കൂടുകൂട്ടി. അവൻ വീണ്ടും പറഞ്ഞു, ദൈവരാജ്യത്തെ എന്തിനോട് ഞാൻ ഉപമിക്കും? ഒരു സ്ത്രീ 3 അളവ് മാവിൽ അത് മുഴുവൻ പുളിക്കുവോളം എടുത്ത് ഒളിപ്പിച്ചു വെച്ച പുളിമാവ് പോലെയാണത്. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് സുവിശേഷത്തിലൂടെ 2 ചെറിയ ഉപമയാണ് ഈശോ നമ്മോട് പറയുന്നത്. ദൈവരാജ്യത്തെ കുറിച്ച് ഈശോ ഈ ഉപമയിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവരാജ്യം എന്താണ് എന്ന് ചോദിച്ചാൽ, ഈശോ മിശിഹ വന്നത് ദൈവരാജ്യം സ്ഥാപിക്കാൻ വേണ്ടിയാണ്. ഈശോ മിശിഹയുടെ പ്രഘോഷണം ദൈവരാജ്യമാണ്. ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ പറയുന്നുണ്ട്, ദൈവത്തിന്റെ രാജ്യം വരണം, അവിടുത്തെ ഹിതം നിറവേറ്റണം. ദൈവരാജ്യം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ ഹിതം നടപ്പിലാകുന്ന അവസ്ഥയാണ്. ദൈവഹിതം അനുസരിച്ചുള്ള ജീവിതമാണ് ദൈവരാജ്യം. ദൈവഹിതം നടപ്പിലാക്കുവാൻ വേണ്ടി മിശിഹ സ്ഥാപിച്ച സഭയാണ് ദൈവരാജ്യം. സഭയിലൂടെ ദൈവഹിതം നിറവേറ്റുക സഭയുടെ ദൗത്യമാണ് ഇന്ന് ഈ 2 ഉപമകളിലൂടെയും ഈശോ പറഞ്ഞു തരുന്നത്. സഭ കടുകുമണി പോലെ മിശിഹായാൽ സ്ഥാപിതമായി, അത് വളർന്ന് എല്ലാവർക്കും ആശ്രയമായി മാറേണ്ടതാണ്. ഒരു സ്ത്രീ മാവിൽ ഒളിപ്പിച്ചു വെക്കുന്ന പുളിമാവ് പോലെയാണ് ദൈവരാജ്യം. മിശിഹായാൽ സ്ഥാപിതമായ സഭ മിശിഹായുടെ ചൈതന്യം എല്ലായിടത്തും എത്തിക്കേണ്ടതാണ്. സഭയിലൂടെ മിശിഹ പ്രഘോഷിച്ച ദൈവരാജ്യം എല്ലാവരിലും എത്തുക. മിശിഹായുടെ ഹിതം പ്രവർത്തിക്കുന്നതും പ്രഘോഷിക്കുന്നതുമാണ് ദൈവരാജ്യം. ഈശോയുടെ നാമത്തിൽ ഒന്നിച്ചുകൂടുന്ന നാം ഓരോരുത്തർക്കും മിശിഹായുടെ ഹിതം അനുദിന ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് ദൈവരാജ്യ പ്രഘോഷകരായി മാറുവാൻ നമുക്കും സാധിക്കണം. അതിനുള്ള ദൈവകൃപ നമുക്ക് പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.